ദൈവം നമ്മെ ഉയർത്തുന്നവനാ. ദൈവസന്നിധിയിൽ നാം താഴ്മ ധരിച്ചാൽ ദൈവം നമ്മെ ഉയർത്തും. പലപ്പോഴും നമ്മളെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവിക പ്രമാണം വിട്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടമായി പോവുകയാണ്. സദൃശവാക്യം പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. സദൃശവാക്യം അതിൻ്റെ 22 അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 4 വാക്യം വായിക്കുമ്പോൾ താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. അപ്പോൾ ഇന്ന് ദൈവിക പ്രമാണമനുസരിച്ച് നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചാൽ നമ്മൾക്ക് വളരെ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നഷ്ടപ്പെടുന്നത്, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മളിലുള്ള ആ ഉന്നത ഭാവം, നിഗള സ്വഭാവമാണ് ഇതൊക്കെയും സംഭവിക്കാൻ കാരണം. ദൈവം തമ്പുരാൻ ദൈവത്തെ താഴ്ത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവജനം നമ്മൾക്ക് പഠിക്കുമ്പോൾ അറിയുവാൻ കഴിയും. ദൈവം സ്വർഗത്തിൽ ഉന്നതങ്ങളിൽ ഇരുന്നവൻ അവനെ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ അവൻ തെരുവിലാണ് ജനിച്ചു വീണത്. അവിടുന്ന് ഒരു പഴംതുണിക്കകത്ത് പൊതിഞ്ഞ് കൊണ്ട് കിടത്താൻ കൊണ്ടുവന്നത് വഴിയമ്പലത്തിലാണ്. അവിടെ ചെന്നിട്ടും യേശുക്കുഞ്ഞിനെ അവിടെ ആരും കിടത്തിയില്ല. എല്ലാവർക്കും ഉള്ളതാണല്ലോ വഴിയമ്പലം, പക്ഷെ അവിടെ കിടത്തിയില്ല. അവിടുന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വഴിയമ്പലത്തിൽ വന്ന ആടുകളുടെ, അവിടെ ക്യാമ്പ് ചെയ്യുന്നവരുടെ ഒട്ടകം, കഴുത, കുതിര, ഇതിനെയൊക്കെയും തീറ്റയൊക്കെ ഇട്ടുകൊടുക്കുന്ന പുൽക്കൂടുണ്ട്. ആ പുൽക്കൂടിൽ അവിടെയാണ് ലോകത്തിൻ്റെ രക്ഷകനെ കൊണ്ടുചെന്ന് കിടത്തിയത്. നോക്കണേ, ലോകത്തിൻ്റെ രക്ഷകൻ ഇപ്പോൾ കിടക്കുന്നത് പുൽക്കൂട്ടില. അവിടുത്തെ താഴ്ത്തിയപ്പോൾ ഏറ്റവും താണിറങ്ങി വന്നു. ആ താഴ്മയിലേക്ക് നമ്മൾ വരണം. അങ്ങനെ താഴ്മയിലേക്ക് വന്നാൽ, അങ്ങനെ ആര് താഴ്മയിൽ ജീവിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ ആ എളിമയിൽ ഇറങ്ങി വന്ന ദൈവം എളിമയിൽ വസിച്ചുകൊണ്ട് അവൻ എളിമയിൽ പ്രവർത്തിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെല്ലാം എളിമയിലാണ്. അപ്പൊ ഇന്ന് ഈ ശബ്ദപരിധിക്കുള്ളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവരോടും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ആത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് എളിമയുണ്ടായിരിക്കണം, താഴ്മയുണ്ടായിരിക്കണം, വിനയമുണ്ടായിരിക്കണം, പാകതയുണ്ടായിരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. എത്ര കണ്ട് നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, അത്ര കണ്ട് ദൈവം നമ്മളെ ഉയർത്താൻ പോകുക. ദൈവം നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. താഴ്മ ധരിച്ചവനെ ദൈവം കടാക്ഷിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആ പാട്ട് ഒരു ഭക്തൻ പാടിയത്. പരമസമ്പന്നേനി ധരണിയിലേറ്റം, പരമസമ്പന്നേനി ധരണിയിലേറ്റം, ദരിദ്രനായി തീർന്നു സോമനസാൽ, പരമസമ്പന്നേനി ധരണിയിലേറ്റം,
ദരിദ്രനായി തീർന്നു സോമനസാൽ. നിരുപമ പ്രഭയണി ഞിരുന്നവൻ പഴം തുണി. നിരുപമ പ്രഭയണി ഞിരുന്നവൻ പഴം തുണി. ധരിച്ചത് ചെറിയ സംഗതിയോ ദൈവകരുണയിൻ ധനമാ ആത്മ്യം. നാവാൽ വർണ്യമോ ദൈവകരുണയിൻ ധനമാ ആത്മ്യം. പരമസമ്പന്നേനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസാൽ. പരമസമ്പന്നേനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസാൽ. നിരുപമ പ്രഭയണി ഞിരുന്നവൻ പഴം തുണി. നിരുപമ പ്രഭയണി ഞിരുന്നവൻ പഴം തുണി. ധരിച്ചത് ചെറിയ സംഗതിയോ ദൈവകരുണയിൻ ധനമാ ആത്മ്യം. നാവാൽ വർണ്യമോ. ക്രിസ്തുവിലുള്ള ഭാവം, ഇങ്ങനെ ക്രിസ്തുവേശുവിലുള്ള ഭാവമായിരിക്കണം ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യന് വേണ്ടത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യതകൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ക്രിസ്തു ഭക്തർക്ക് വേണ്ടത്. ആ ഭാവമാണ്. അത് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട്, നമ്മളിൽ ഉന്നതമായ ഭാവം, നിഗളങ്ങൾ നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ സാത്താന് ഇടം കൊടുക്കുന്നു. സാത്താൻ നിഗളം പറ്റിയപ്പോഴാണ് ദൈവം അവനെ വെട്ടിത്തറയെ കളഞ്ഞത്. അവന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ സാത്താൻ നിഗളിച്ചു, ഞാൻ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മുകളിൽ കയറും, അപ്പനോട് സമനാകുന്നു, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാപന കൂടാരത്തിൽ ഞാൻ വാണരുളും എന്ന് അവന്റെ ഹൃദയത്തിൽ നിഗളം വന്നപ്പോൾ ദൈവം അവനെ വെട്ടിക്കളഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിഗളം വന്നാൽ സാത്താൻ ഇടം കൊടുത്തു, സാത്താൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുവാനിടയായി. എത്ര കണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുവോ അത്ര കണ്ട് നാം ദൈവത്തിന് താഴ്മയിലേക്ക് വരണം. പഴഞ്ചൊല്ല് പറയുന്നു, താണനിലത്തെ നീരോടും അവിടെ ദൈവം തുണ ചെയ്യുമെന്ന്. ആരിൽ താഴ്മയുണ്ടോ അവിടെയാണ് ഈശ്വരന്റെ പ്രവർത്തനം നടക്കുന്നത്. ആർക്ക് ഉന്നതമായ ഭാവമുണ്ടോ അവിടെ സാത്താന്റെ പ്രവൃത്തികൾ നടക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന് വസിക്കുവാൻ ഒരു ശരീരം വേണം. ദൈവത്തിൻ്റെ വചനം ഇവിടെയുണ്ട്, അവന്റെ ആത്മാവ് ഇവിടെയുണ്ട്, അവന്റെ ശക്തി ഇവിടെയുണ്ട്. ഈ വചനത്തിനും ഈ ആത്മാവിനും പ്രവർത്തിക്കുവാൻ ഒരു ശരീരം വേണം. കാരണം യേശുക്രിസ്തു വന്നപ്പോൾ ഒരു ജഡത്തിലാണ് അവൻ വെളിപ്പെട്ടത്. ആ ജഡത്തിൽ വചനമായിരുന്നു വെളിപ്പെട്ടു. വചനം ജഡത്തിൽ വെളിപ്പെട്ടു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്നു. ഈ ദൈവം എബ്രയ ലേഖനം വായിക്കുമ്പോഴുണ്ട് അതിലെഴുതിയിരിക്കുന്നത്, അവൻ, ഞാനിത് വായിച്ച് കേൾപ്പിക്കാം. എബ്രയ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടോ? മക്കൾ, അതായത് 2 എബ്രയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യമാണ്.
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം ഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പോൾ ദൈവം മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്, പുത്രത്വമെടുത്തു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇവിടെ പുത്രത്വമെടുത്തു വന്നത്? ദൈവത്തിന്റെ മക്കളെയാണ് സാത്താൻ അവന്റെ ആലോചനയാൽ ബന്ധിച്ച് നിത്യതയിൽ നിന്ന് അവനെ പുറന്തള്ളി സാത്താന്റെ ലോകത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ നിത്യതയിൽ വസിക്കപ്പെട്ട ആദത്തിനും ഹവ്വയ്ക്കും ഇപ്പോൾ നിത്യത നഷ്ടപ്പെട്ടു. ദൈവം പറഞ്ഞ പ്രമാണം വിട്ടുപോയി. ഈ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ അവർക്കുണ്ടായ മരണം ആത്മീയമായി ഉള്ള മരണമായിരുന്നു. നിത്യതയിൽ വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ മനുഷ്യാത്മാവ് മരിച്ചുപോയി. ഇപ്പോൾ ദേഹവുമുണ്ട്, ദേഹിയുമുണ്ട്. നേരത്തെ അതല്ലായിരുന്നു, ആത്മാവുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ വചനം ദൈവത്തിന്റെ വചനമായിരുന്നു. ആ വചനം അവർക്ക് കിട്ടിയപ്പോൾ, ആ പ്രമാണമനുസരിച്ച് അവർ ജീവിച്ചപ്പോൾ അവർക്ക് ദൈവവുമായി ബന്ധപ്പെടുവാനും ദൈവവുമായി സംസാരിക്കുവാനും സഹായിച്ചു. ദൈവത്തോട് കൂടെ വസിച്ചു. അപ്പൊ ദൈവത്തോട് കൂടെ വസിക്കണമെങ്കിൽ മനുഷ്യാത്മാവ് വേണം. അപ്പൊ ദൈവത്തോട് കൂടെ വസിക്കുവാനുള്ള മനുഷ്യാത്മാവ് മരിക്കപ്പെട്ടു പോയി. ഇപ്പോൾ സാത്താന്റെ കൂടെ വസിക്കുവാൻ ദേഹവും ദേഹിയുമുള്ളൂ. അപ്പോൾ ദേഹിക്ക് ചിന്തയും വികാരവും മനസ്സുമുള്ള ദേഹി, ആ ദേഹിയിലേക്ക് സാത്താൻ അവന്റെ ആലോചന കൊടുത്തു. ആ ആലോചന അനുസരിച്ച് ദേഹി പ്രവർത്തിച്ചു. ദേഹി ദേഹത്തിന് കൊടുത്തു. ഇങ്ങനെ ഈ ഭൗതിക ലോകത്ത് മാത്രം ജീവിക്കത്തക്ക രീതിയിലുള്ള ഒരാത്മാവിനെയാണ് ഇപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് പലർക്കും സാത്താന്റെ ആലോചനയിൽ കഴിയേണ്ടതായി വന്നു. അവർക്ക് ആത്മമണ്ഡലം വിട്ടുപോയി. ഇനി ദൈവം ചിന്തിച്ചത് അവരെ ഇനിയും ഈ ആദത്തിന്റെ ഹവ്വയുടെയും തലമുറയെ ഈ ആത്മീയ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് അവൻ ആഗ്രഹിച്ചു അവരോട് എങ്ങനെ ഇപ്പോൾ അവർക്ക് ഈ വചനം കൊടുക്കും? ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ? അതുപോലെ അഗ്നിയായിട്ട് ദൈവത്തിന് ഇറങ്ങി വന്നാൽ നാം മരിച്ചു പോകും. അതുകൊണ്ട് ദൈവം മക്കളുടെ വേഷത്തിൽ ഭൂമിയിൽ ഇറങ്ങി വന്നു. അതാണ് നാം ഇപ്പോൾ വായിച്ചത്. മക്കൾ ജഡരത്വങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും ദൈവവും ആരെ പോലെ അവനും മക്കളെ പോലെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് കർത്താവാകുന്ന യേശു ക്രിസ്തു. അവൻ യഥാർത്ഥത്തിൽ അവനിപ്പോൾ ഉന്നതങ്ങളുടെ ഉന്നതങ്ങളിൽ മണിമകുടമായിരുന്നവനാണ്. അവിടുന്നാണ് താണിറങ്ങി വന്നത്, താണ ലോകത്തേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് പകൽക്കാലം ഈ താണ അവസ്ഥയിൽ മരണഭീതിയാൽ കഴിയുന്ന നമ്മെ മരണത്തിൽ നിന്ന് വിടുവിച്ച്, അതായത് സാത്താൻ നമ്മളെ ഒരു മരണത്തിന്റെ ജയിലറയ്ക്കകത്തിട്ടിരിക്കുകയാണ്. ഈ ജയിലറയിൽ നിന്ന്, മരണത്തിന്റെ ജയിലറയിൽ നിന്ന് മോചിപ്പിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ, നിത്യതയിൽ നിന്ന് നമുക്കൊരു വഴി വെട്ടി തുറന്നു.
ഭൂമിയിലേക്ക്. ആ വഴിയാണ് യേശു ക്രിസ്തുവാകുന്ന വഴി, ഉപദേശം. അപ്പൊ പിതാവിന്റെ സന്നിധിയിൽ ഒരു വ്യക്തി എത്തിച്ചേരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, നിത്യതയിൽ വസിക്കുവാനുള്ള ആത്മാവ് വേണം. അതാണ് മനുഷ്യാത്മാവ്. ആ മനുഷ്യാത്മാവ് ഇവിടെ ബോണഗെയിനാകണം, വീണ്ടും ജനിക്കണം. അത് വീണ്ടും ജനിക്കണമെങ്കിൽ നിത്യജീവന്റെ പ്രമാണം, ആ നിത്യജീവന്റെ ആ വചനം ചിന്തയും മനസ്സും വികാരവുമുള്ള ദേഹി ഏറ്റെടുത്തു കഴിയുമ്പോൾ, ആ നിത്യജീവന്റെ പ്രമാണം ഏറ്റെടുക്കുമ്പോൾ ആത്മീയമായി ദേഹിയിൽ മരിച്ച അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യാത്മാവ് ബോണഗെയിനാകും. അതാണ് നിത്യജീവന്റെ പ്രമാണം. പണ്ടൊരിക്കൽ പത്രോസ് യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, ഗുരു, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോവുകയില്ല, കാരണം നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് നിത്യജീവൻ കിട്ടണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആ വചനം ഏറ്റെടുത്ത് ആ വചനപ്രകാരം ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ചാൽ അവൻ രണ്ട് മണ്ഡലങ്ങളിലും ഒരുപോലെ ജീവിക്കുവാൻ കഴിവുള്ളവനാണ് ഒരു ശിഷ്യത്തി, ഒരു ശിഷ്യൻ. കാരണം ജഡത്തിൽ അവൻ ഭൗതിക ലോകത്തും ആത്മാവിൽ അവൻ ആത്മീയ മണ്ഡലത്തിലും നിൽക്കും. അങ്ങനെയുള്ളവരെ ആണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ഈ സമയം രക്ഷിക്കപ്പെട്ടവർ അല്ല എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടണം. ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രണ്ട് രക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോഴുണ്ട്. ഒന്ന് ജഡത്തിന്റെ രക്ഷ, മറ്റൊന്ന് ആത്മാവിന്റെ രക്ഷ. ഒരാളങ്ങോട്ട് വീഴും, കാല് തെറ്റി വീഴും. അടുത്ത ആൾ ചാടി പിടിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ, തോമാച്ചൻ എന്നെ രക്ഷിച്ചു, മറിഞ്ഞിറങ്ങി ഞാൻ വീണ് ചത്തുപോയേനെ. അത് തോമാച്ചൻ ചെയ്തത്, ചാടിപ്പിടിച്ചത് അവന്റെ ദേഹരക്ഷയാണ് ചെയ്തത്. പക്ഷേ മറ്റൊരു രക്ഷയുണ്ട്, ആത്മാവിന്റെ രക്ഷ. അതാണ് ഏറ്റവും വലിയ രക്ഷ. ആ രക്ഷ, ആത്മാവിനെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? അതാണ് യഥാർത്ഥ രക്ഷ. അപ്പോൾ ഇന്ന് നിന്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നിന്റെ ആത്മാവിന് രക്ഷപ്പെടണം. നിത്യജീവനിലേക്ക് നീ മടങ്ങി വരണം. അതുകൊണ്ടാണ് അന്ന് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 3:15 വായിക്കുന്നു, ഒരു കന്യകയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സന്തതി വരും, അന്ന് അവൻ നിന്റെ തല തകർക്കും. സാത്താനോട് ദൈവം കൊടുത്ത ഉപദേശമാണ്, നിനക്കും സ്ത്രീക്കും, സ്ത്രീയുടെ സന്തതിക്കും, നിന്റെ സന്തതിക്കും ഞാൻ ശത്രുത്വം വരുത്തും. പ്രൈസ് ദി ലോർഡ്. അതുവരെ ഇപ്പോൾ സാത്താൻ കെട്ടിയിട്ട ആ കെട്ടിനകത്ത് കിടക്കുമ്പോൾ പാപം ചെയ്യാതിരിപ്പാൻ ദൈവം അന്ന് കൊടുത്തതാണ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണം അനുസരിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഭക്തന്മാർക്ക് പുരാതന സമ്പത്തുണ്ടായിരുന്നു. ആടുമാട് മൃഗസമ്പത്തുകളൊക്കെയും അവർക്ക് ദൈവം കൊടുത്തു. ഭൂമി എല്ലാം വാഗ്ദാനം ചെയ്തു. ന്യായപ്രമാണത്തിൽ കീഴിലായവർക്ക് അത് കൊടുത്തു. എന്നാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ കീഴിൽ വന്നവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യമേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. യഥാ മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ, ആദ്യമേ നീ എവിടെ അന്വേഷിക്കേണ്ടത്? നിത്യതയെക്കുറിച്ച് അന്വേഷിച്ചോണം. അവിടെയാണ് പുരാതന